ഹായ് നമസ്കാരം, ദീപുവാണ് സംസാരിക്കുന്നത്. യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാറ്റ് നമ്മുടെ വീഡിയോസിന് ഇടയ്ക്ക് വരുന്ന ചാറ്റിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു DHCP എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ DHCP എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ DHCP എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു ടേമാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് CCTV കുറിച്ചിട്ട് തന്നെ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ NVRനകത്തും DVRനകത്തൊക്കെ നിങ്ങളെ നെറ്റ്വർക്ക് പേജസിൽ പോകുമ്പോഴത്തേക്കും കാണാറുണ്ട് DHCP എന്ന് പറയുന്ന ടേമും കാണാറുണ്ട്, സ്റ്റാറ്റിക് എന്ന് പറയുന്ന ടേമും കാണാറുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാനുവലി ഓൺസ് സെറ്റ് ചെയ്യുന്ന IP അഡ്രസ്സ് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. സ്റ്റാറ്റിക്, അതാണ് ആ വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിക് IP എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. ഇനി നമ്മൾ ഡൈനാമിക് IP അതായത് DHCP ആണ് എനേബിൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത് ഓരോ തവണയും ഓഫായിട്ട് ഓണായി വരുമ്പോഴത്തേക്കും IP അഡ്രസ്സ് മാറുന്നുണ്ടാവും. അതാണ് DHCP എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീഡിയോസ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൊബൈൽ മോണിറ്ററിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കക്കാരെന്താ ചെയ്യുന്നത്? ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് DVRൻ്റെ കേസിലാണെങ്കിലും NVRൻ്റെ കേസിലാണെങ്കിലും ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിട്ട്, എക്സ്പെഷ്യലി DVRൻ്റെ കേസാണ്, ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? DVRനെ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുകയും നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കേട്ട അറിവ് അനുസരിച്ചിട്ട് നെറ്റ്വർക്ക് സെറ്റപ്പിനകത്തോട്ട് വരിക, നമ്മുടെ അതിനകത്ത് DHCPയിൽ എനേബിൾ ചെയ്ത് കൊടുത്ത് അപ്ലൈ പറയുന്നു. ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഓൺലൈൻ ആകുന്നു, NVR അല്ലെങ്കിൽ DVR ഓൺലൈൻ ആകുന്നു. നമ്മൾ അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുന്നു, മൊബൈൽ വ്യൂ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ DHCP എനേബിൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? DHCP എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലൈ പറയുമ്പോഴത്തേക്കും നമ്മുടെ DVR അത് കണക്ട് ചെയ്തിട്ടുള്ള മോഡം, നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡം സെറ്റ് ചെയ്യുമല്ലോ, ആ മോഡത്തിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് കൊടുക്കും, ഞാൻ ഈ നെറ്റ്വർക്കിനകത്ത് കണക്റ്റ് ആയിട്ടുണ്ട്, എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു IP അഡ്രസ്സ് തരണമെന്ന് പറഞ്ഞിട്ട് ഈ ഡിവൈസ് മോഡത്തിലോട്ടൊരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ മോഡം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റെല്ലാ ഡിവൈസുകളെയും ചെക്ക് ചെയ്യും. 1 by 1 ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും. ഇതൊക്കെ കഥയായിട്ട് കേട്ടാൽ മതി, ഇതാണ് അതിനകത്ത് നടക്കുന്നൊരു കാര്യം. അപ്പോൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. ആ ഡിവൈസിൽ ഇപ്പോൾ 100 ഡിവൈസ് ആ മോഡത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ഡിവൈസിനെയും ചെക്ക് ചെയ്തിട്ട് ആ 100 ഡിവൈസിലും ഇല്ലാത്ത ഒരു IP അഡ്രസ്സ് നമ്മുടെ ഡിവൈസിന് അസൈൻ ചെയ്ത് തരും. അങ്ങനെയാണ് DHCP എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ വെക്കുന്ന ഡിവൈസ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഇൻ്റർനെറ്റുമായിട്ട് കോൺഫിഗർ ആകുന്നത്. DHCP എനേബിൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ പ്രോസസ്സ് നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം. സ്റ്റാറ്റിക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഇത് എൻ്റർ ചെയ്യണം. ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൻ്റെ IP അഡ്രസ്സ് എല്ലാം പരിശോധിച്ചതിന് ശേഷം, കാരണം നമ്മൾ പ്രോട്ടോകോൾ പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ ഒരുപോലത്തെ IP അഡ്രസ്സ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ എൻ്റയർ നെറ്റ്വർക്കിലെയും ഡിവൈസുകളുടെ IP അഡ്രസ്സ് ചെക്ക് ചെയ്തതിന് ശേഷം അതിലൊന്നും കണക്ട് ചെയ്യാത്ത, യൂസ് ചെയ്യാത്ത ഒരു IP അഡ്രസ്സ് വേണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ നേരെ DHCP എനേബിൾ ചെയ്യുന്നു, ഓഫാക്കി ഓണാക്കുകയോ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് ഷെയർ ആവുന്നു. അപ്പം DHCP എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്നാണ്. ഇത് എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഡിവൈസിൽ നിന്ന് ഒരു റിക്വസ്റ്റ് മോഡത്തിലോട്ട് പോവുകയും മോഡം മറ്റ് ഡിവൈസുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു IP അഡ്രസ്സ് സബ്നെറ്റ് മാസ്ക് ഗേറ്റ്വേ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും DHCP എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് ഇൻ്റർനെറ്റുമായിട്ട് ഷെയർ ആയിട്ട് നമുക്ക് മൊബൈൽ വഴി ഇത് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ.